എന്തുകൊണ്ടാണ് ആൾക്കാർ സൂയിസൈഡ് ചെയ്യണേന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ? സൂയിസൈഡിൻ്റെ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിപ്രഷനാണ്. ബട്ട് ക്ലിനിക്കൽ ഡിപ്രഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് പൊതുസമൂഹത്തിന് ഒരു വിചാരമുണ്ട്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കുക. ടെക്നിക്കലി സ്പീക്കിംഗ്, സൂയിസൈഡിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരാൾ പോലും, അതായത് ഇന്ന് രാവിലെ വേണമെങ്കിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടിരുന്ന ഒരാൾ പോലും വേണമെങ്കിൽ വൈകുന്നേരം സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ന്യൂസ് കേൾക്കാവുന്നതേ ഉള്ളൂ. വി ഷുഡ് കീപ്പ് എ ചെക്ക് ഓൺ അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമ്മുടെ അച്ഛനും അമ്മ, ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ പേരൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, ഇവരെയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു തോന്നൽ വരാം. അത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ക്ലിനിക്കൽ ഡിപ്രഷൻ പലപ്പോഴും ഇങ്ങനെ ഒബ്വിയസ് ആയിട്ടുള്ള സൈൻസ്, അതായത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള സിംറ്റംസ് വെച്ച് മാത്രമായിരിക്കില്ല പ്രസന്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, പലരെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമേ അല്ല. അതായത് വയറിളക്കം എക്സിസ്റ്റിംഗ് ആണ്, കോൺസ്റ്റിപ്പേഷൻ എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ ക്ലിനിക്കൽ ഡിപ്രഷൻ മാത്രം ഒരു രോഗമല്ല. ഡിപ്രഷനോ ചുമ്മാ, ഡിപ്രഷൻ എന്നുള്ളത് വളരെ കാഷ്വൽ ആയിട്ടാണ് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല. ക്ലിനിക്കൽ ഡിപ്രഷൻ ഇസ് എ ജെന്യുവിൻ തിങ്. അതിന് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മെഡിസിൻസും ഉണ്ട്. ആ മെഡിസിൻസ് കഴിച്ചാൽ മുഴുവൻ ശരീരത്തിന് ചീത്തയാണ്. അതായത് കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ പോലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിപ്രഷൻ കൊടുക്കുന്ന മരുന്ന് ചീത്തയാണ്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് മറ്റുള്ള ഏത് രോഗത്തിന് കൺസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡിപ്രഷനും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? നിങ്ങളെല്ലാവരും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ ഇടയ്ക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നതോ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതോ ഒരിക്കലും മോശമായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി നോർമൽ തിങ്. മനസ്സിലായോ? സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, നമ്മൾ നമ്മുടെ ഹെൽത്തിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനും കൊടുക്കണം. ഡിപ്രഷൻ എന്നുള്ളത് കൺവെൻഷണൽ ആയിട്ട് സങ്കടപ്പെട്ട് ഒരു മൂലയിലേക്ക് നോക്കിയിരുന്ന് അങ്ങനെ മാത്രമായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഭർത്താവായിട്ട് സ്ഥിരമായിട്ട് പ്രശ്നമുള്ള ഒരു ഫ്രണ്ട് നിങ്ങളെ വിളിച്ച് കരച്ചിൽ എപ്പോഴും കരയുകയാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ഒരു ആൺ സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം. എപ്പോഴും പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ചീത്ത മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കണ കാര്യമല്ല. ലിവർ സിറോസിസിനെ കുറിച്ചും ഗൈനക് പ്രോബ്ലംസിനെ കുറിച്ചും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചും ഡോക്ടേഴ്സിന് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ച് ഒരു സൈക്യാട്രിസ്റ്റിനും അതുപോലെ അതിൻ്റെ വാർണിംഗ് സൈൻസിനെ കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റിനും സംസാരിച്ചുകൂടാ? സോ ടേക്ക് കെയർ, ബി കെയർഫുൾ. ഡോക്ടർ ഗായത്രി മേനൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.